ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് കൂട്ടായ്മ എന്ന സംസ്ഥാനത്തെ DSOK എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഇത് പ്രിൻസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. ഇവർ രണ്ടും നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന സിന്ധു, അതുപോലെ തന്നെ ജോസ്. വിഷയത്തിലേക്ക് വരാം. ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അതിന് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വരും എന്ന് തോന്നിയപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ആരോ ഉപദേശിച്ചു കൊടുത്തു ഒരു കുറ്റവിചാരണ ടെസ്റ്റ് നടത്താൻ. നിങ്ങൾക്കറിയാം, മുട്ടത്തറയിൽ കുറ്റവിചാരണ ടെസ്റ്റ് നടത്തി. അതിൻ്റെ റിസൾട്ട് ഒരുപറ്റം മാധ്യമപ്രവർത്തകരും പോലീസുകാരും എല്ലാം കൂടി നിന്ന് ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ ആദ്യമായി ടെസ്റ്റ് നടത്തുന്ന ഒരാൾക്കുണ്ടാകാവുന്ന ടെൻഷൻ, സ്വാഭാവികമായി പരാജയം ഉണ്ടാകാം. അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് കൃത്യമായി ടെസ്റ്റ് നടത്തിയപ്പോൾ എല്ലാവരും പരാജയപ്പെട്ടു പോയി. 15 പേരെ വിജയിച്ചുള്ളൂ. അതുകൊണ്ട് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അനുകൂലമായി വിധി ഉണ്ടാകരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ 30 പരിഗണിക്കാനിരുന്ന ഞങ്ങളുടെ കേസിന് സ്റ്റേ അനുവദിക്കാതിരുന്നപ്പോൾ വീണ്ടും സർക്കാർ തന്നെ പ്രതിസന്ധിയിലായി. കാര്യം, ആ സർക്കുലർ പിറ്റേ ദിവസം മെയ് 1 മുതൽ നടപ്പിലാക്കാൻ നിർബന്ധിതരായി. മെയ് 1 നടപ്പിലാക്കാൻ നിർബന്ധിതരായപ്പോൾ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാതെ, ടെസ്റ്റ് ഗ്രൗണ്ടുകളോ മറ്റ് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കാതെയുള്ള ഈ സർക്കുലർ നടപ്പിലാക്കാൻ സർക്കാരിന് പറ്റാതെയായി. സാധിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തൊട്ടടുത്ത ദിവസം അന്ന് തന്നെ അടുത്ത ഉത്തരവ് വരികയാണ്. ഇൻസ്ട്രക്ടർമാരുടെ വിഷയമല്ല. അപ്പോൾ അവർ പറഞ്ഞത് ടെസ്റ്റിൻ്റെ പാറ്റേൺ മാറ്റി, ഗ്രൗണ്ട് ടെസ്റ്റ് മാറ്റിയിട്ട് റോഡ് ടെസ്റ്റ് ആദ്യം നടത്തണം. അങ്ങനെ അതുപോലെ തന്നെ 15 വർഷമായ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ പാടില്ല, ടെസ്റ്റിന് ഹാജരാക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കടുത്ത നിർദ്ദേശങ്ങൾ വന്നപ്പോൾ വീണ്ടും പ്രതിസന്ധിയിലായി. കാര്യം, ആ ടെസ്റ്റിന് വിവാദമുണ്ടാക്കി കുഴയ്ക്കുകയല്ലാതെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതുപോലെ ഈ സംവിധാനം നടപ്പിലാക്കാൻ യാതൊരു സംവിധാനവും യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ പക്കലില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഇതിനെ പ്രശ്നങ്ങൾ ഇറക്കി. സ്വാഭാവികമായി ഞങ്ങൾ സമരമാർഗത്തിലേക്ക് പോയി. സമരം രൂക്ഷമായി. ബഹുമാനപ്പെട്ട മന്ത്രി ഈ കഴിഞ്ഞ 15/5 ഒത്തുതീർപ്പ് വ്യവസ്ഥയ്ക്ക് വിളിച്ചിട്ട് അദ്ദേഹം ഞങ്ങൾ ചർച്ചയ്ക്ക് ചെന്ന് പുറത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളെ അവിടെ പങ്കെടുക്കാൻ വന്ന മുഴുവൻ പേരെയും വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങി. ചർച്ചയ്ക്ക് അകത്ത് കയറുന്നതിന് മുമ്പാണ്. അതിനുശേഷം അകത്ത് കയറിയപ്പോൾ പറഞ്ഞു ഇത്രയും പേർക്ക് ഇരിക്കാൻ പറ്റില്ല, കുറച്ച് പേർ പിന്മാറണം. അങ്ങനെ കുറച്ച് പേരെ പുറത്തിറക്കി. രണ്ടാമത് വീണ്ടും ഒരു രജിസ്റ്റർ കൊണ്ടുവന്നു, അതിൽ വീണ്ടും ഒപ്പിട്ട് വാങ്ങി. ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറയുന്നു, ബൈറ്റ് കൊടുത്തിരിക്കുന്നു, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒപ്പിട്ട് കൊടുത്ത് അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുത്തത്. എന്നാൽ 15/5 എടുത്ത ചർച്ചയിൽ ഞങ്ങളോട് ചർച്ച ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ ജനാധിപത്യപരമായി പരിഹരിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്, നിങ്ങൾ സഹകരിക്കണം. ഞങ്ങൾ തീർച്ചയായിട്ടും സഹകരിക്കാൻ തയ്യാറായിരുന്നു. കാര്യം, 10 ലക്ഷത്തിലധികം ഉള്ള അപേക്ഷകർ നിലവിൽ പെൻഡിങ്ങിലാണ്. 6 മാസത്തോളം ആയി അവർക്ക് ലേണേഴ്സിന് ഫീസ് 135 കോടി രൂപയാണ് ഞങ്ങൾ സർക്കാരിലേക്ക് അടച്ചിരിക്കുന്നത്. ഈ 10 ലക്ഷത്തിലധികമുള്ള ആൾക്കാരുടെ അപേക്ഷയ്ക്കായിട്ട് അടച്ചിരിക്കുന്ന ഫീസ്. കേരള കൗമുദിയിൽ വന്ന വാർത്തയാണിത്. 9.25 ലക്ഷം പേര് പെൻഡിങ്ങിലാണ്. ഓരോ ജില്ലയിലെയും അടിസ്ഥാനപ്പെടുത്തി ഓരോ ജില്ലയിലെയും ഇത്ര അപേക്ഷകർ പെൻഡിങ് ആണ് എന്ന നിലയിൽ ഇങ്ങനെ ഒരു പത്രം കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. ഈ വിഷയം ഞങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് 2.5 ലക്ഷം പേരെ പെൻഡിങ് ഉള്ളൂ, നാളെ തന്നെ എത്ര പേർ പെൻഡിങ് ഉണ്ട് എന്നത് ഡാറ്റ പരിശോധിച്ചതിന് ശേഷം മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുമെന്ന് പറഞ്ഞു. ഇന്നേക്ക് 14 ദിവസമായി, യാതൊരുവിധ വിവരങ്ങളും പുറത്തുവിട്ടില്ല. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ 10 ലക്ഷം അപേക്ഷകരുടെ പേരിലുള്ള സമ്മർദ്ദം സ്വാഭാവികമായി ഡ്രൈവിംഗ് സ്കൂൾ ഞങ്ങൾ മുഖേനയാണ് ഈ ഫീസ് സർക്കാരിലേക്ക് അടച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ 350 രൂപയും 380 രൂപയും ഫീസ് അടയ്ക്കുമ്പോൾ ഇവിടെ 1455 രൂപ ഡ്രൈവിംഗ് ലൈസൻസ് പോസ്റ്റിൽ അയക്കുന്നത് ഉൾപ്പെടെയുള്ള ഫീസ് സർക്കാരിന് വാങ്ങിക്കഴിഞ്ഞു. പിന്നെ സർവീസ് തരുന്നില്ല. ന്യായമായും ഞങ്ങൾക്ക് സർവീസ് കിട്ടേണ്ടതുണ്ട്. 6 മാസം ലേണേഴ്സിലുള്ളതിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു കുട്ടി, അവർ ജയിക്കുകയോ തോൽക്കുകയോ എന്തോ ആയിക്കോട്ടെ, അവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടതില്ലേ? ഇതുവരെ ഒരു കുട്ടികൾക്ക് പോലും അങ്ങനെ ടെസ്റ്റ് അനുവദിച്ചിട്ടില്ല.
കൂടാതെ ഞങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞു, നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചർച്ചയുടെ അവസാനം ഉത്തരവ് നിങ്ങളുടെ കയ്യിൽ തന്നെ പ്രിന്റ് ചെയ്ത് തരും, നിങ്ങൾ സമരം പിൻവലിക്കണം. ഞങ്ങൾക്ക് സ്വാഭാവികമായി സമരം ചെയ്യണമെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നും താല്പര്യമില്ല, പ്രശ്നം പരിഹരിക്കാനാണ് ഞങ്ങൾക്കും ആഗ്രഹം. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സമരം പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറായി. പക്ഷേ ഇന്നേക്ക് 15-ാം തീയതി കഴിഞ്ഞ് ഇന്ന് 28-ആണ്, 13 ദിവസം കഴിഞ്ഞിട്ട് 40 എന്ന സ്ലോട്ടിൽ നിന്ന്, നിങ്ങൾ അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ്, 40 എന്നുള്ളത് 80 ആക്കുമെന്നും കൂടുതൽ അപേക്ഷകരുള്ള സ്ഥലത്ത് എൻഫോഴ്സ്മെന്റിൽ നിന്ന് പുതിയ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ട് സമയബന്ധിതമായി എത്രയും വേഗം ഈ 10 ലക്ഷം അപേക്ഷകരെ പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ 13 ദിവസം കഴിഞ്ഞിട്ട് ഈ 40-ൽ നിന്ന് ഒരാളെ കൂട്ടി ഒരു ടെസ്റ്റ് പോലും നടത്തിയിട്ടില്ല. കൂടാതെ അന്നേ ദിവസം തന്നെ ഉത്തരവ് തരും എന്ന് പറഞ്ഞ മന്ത്രി 9 ദിവസം കഴിഞ്ഞിട്ട് 12 നിബന്ധനകൾ അടങ്ങിയ പുതിയ ഉത്തരവിറക്കി. അതിൽ 10 കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതും 2 കാര്യങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർ ചെയ്യേണ്ടതുമാണ്. ആ 2 കാര്യങ്ങൾ നാളെ മുതൽ നടപ്പിലാക്കണം. പക്ഷേ 10 കാര്യങ്ങൾ എന്ന് നടപ്പിലാക്കും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. ഇങ്ങനെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ മനഃപൂർവ്വം ഉപദ്രവിക്കുക എന്ന ഒരു നിലപാട് മാത്രമാണ് എന്തോ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ തൽപര കക്ഷികൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിലോ ഞങ്ങളെ ഉപദ്രവിക്കുന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ ന്യായമായ സമരമാർഗത്തിലേക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെയും സമീപിക്കാൻ നിർബന്ധിതരായി. ഞങ്ങൾ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം 9 ദിവസം കഴിഞ്ഞ് വന്ന ആ ഉത്തരവിൽ ഗവൺമെൻറ് ഓർഡർ വന്നു. അതിൽ 10 കാര്യങ്ങൾ സർക്കാർ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? നമ്മുടെ ഏതൊരു സ്ഥാപനത്തിലും ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവണം. അദ്ദേഹം ഓട്ടോമൊബൈൽ 1 വർഷമോ അല്ലെങ്കിൽ 3 വർഷമോ 2 വർഷമോ ഒക്കെ പഠിച്ച് ഉള്ള സർട്ടിഫിക്കറ്റുള്ള ഇൻസ്ട്രക്ടർ ഉണ്ടാകണം. 15-10 അളവിലുള്ള 2 റൂം ഉണ്ടാകണം. പിന്നെ ഒരു ഓഫീസ് റൂം ഉണ്ടാകണം. പിന്നെ ഫോം 14 എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്, അത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഞങ്ങളുടെ അഡ്മിഷൻ രജിസ്റ്ററാണ്. പിന്നെ ഫോം 15 അത് അറ്റൻഡൻസ് രജിസ്റ്ററാണ്. പിന്നെ ഫോം 14, 15, പിന്നെ ഫോം 5 ഞങ്ങളുടെ കോഴ്സ് സർട്ടിഫിക്കറ്റാണ്. ഇത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അന്വേഷണ വിധേയമായി ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂൾ സസ്പെൻഡ് ചെയ്യാൻ നിയമമുണ്ട്. ഇത്തരം സംവിധാനങ്ങളെല്ലാം ഒരുക്കി സർക്കാരിൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ച് സർക്കാരിൻ്റെ പറയപ്പെട്ട ഫീസും അടച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്ന ഞങ്ങളെ ജീവിക്കാൻ ഒരു സ്വയം തൊഴിൽ മേഖല എന്ന നിലയിൽ ഞങ്ങൾ കണ്ടെത്തിയ മാർഗമാണ്. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത വിധം ഇപ്പോഴും പറയുന്നത് പുതുതായി KSRTCയിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നു. ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ 190 കോടി രൂപ നിലവിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് ചെലവാക്കാനുള്ള തുകയെടുത്ത് വകമാറ്റി ചെലവാക്കി 22 KSRTC സെന്ററുകളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഏതോ മാഫിയയ്ക്ക് വേണ്ടിയിട്ടുള്ള അജണ്ടയാണ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. കാരണം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് സ്കൂളുകളുള്ളത് കേരളത്തിലാണ്. 6500 ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. കൃത്യമായി ഏറ്റവും നല്ല നിലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നതും കേരളത്തിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ 3000 രൂപയോ 5000 രൂപയോ കൊടുത്താൽ ആള് പോലും പോകാതെ ലൈസൻസ് കിട്ടുന്ന വാർത്ത നമ്മുടെ ചാനലുകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും സുതാര്യവും നല്ല നിലയിൽ നടക്കുന്ന കേരളത്തിലെ ടെസ്റ്റുകൾ പോരായ്മകളുണ്ടെന്നും ഇവിടെ നടക്കുന്ന മുഴുവൻ അപകടങ്ങളും ഡ്രൈവിംഗ് സ്കൂളുകളുടെ പോരായ്മയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഒരു 1000 പേര് ലൈസൻസ് എടുത്താൽ 10 പേരാണ് അപകടം ഉണ്ടാക്കുന്നത്. ബാക്കി 990 പേരെയും പഠിപ്പിച്ചത് ഞങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരും ഞങ്ങളുടെ മുൻഗാമികളുമാണ്. അപ്പോൾ ഈ 990 പേര് അപകടം ഉണ്ടാക്കാത്തത് ഞങ്ങളുടെ ഗുണമല്ല. 10 പേർ അപകടം ഉണ്ടാക്കുന്നത് മാത്രം ഞങ്ങളുടെ പോരായ്മയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ തൊട്ടടുത്തതായി സംസാരിക്കുന്നതായിട്ട് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പ്രിൻസിനെ ചുമതലപ്പെടുത്തുന്നു. വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം. നമ്മുടെ മക്കളാണ് ജീവിതമാണ് ഈ ലോഡിൽ പൊലിയുന്നത്. നമ്മുടെ സഹോദരിമാരുടെ ജീവനാണ് ലോഡിൽ പൊലിയുന്നത്. നിങ്ങൾ കുട്ടികളെ നന്നായി വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരും. ഒരു ദിവസം 100 ടെസ്റ്റ് നടത്തരാം. ഇത് 40, 50 ഒന്നുമല്ല, 100 നടത്തി തരാം. പക്ഷെ വരുന്നവർ ഇത് പഠിച്ചിട്ട് വേണം. ഇതിന് തൊട്ടുപുറയിൽ അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ
13 ദിവസം മുമ്പ് നടന്ന ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും, നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം ആവശ്യമില്ലാതെ ഡ്രൈവിംഗ് സ്കൂളുകാരെയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനം ശരിയല്ല എന്നുള്ള നിലയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ കാണുന്ന അപകടങ്ങളൊക്കെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തെറ്റുകൊണ്ടാണെന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, അമിത വേഗത്തിൽ ഓടിക്കുന്ന വാഹനം വഴി ഉണ്ടാകുന്ന അപകടത്തിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരൻ എങ്ങനെ തെറ്റാകും? ഡ്രൈവിംഗ് സ്കൂളുകാരന്റെ ഭാഗത്ത് എങ്ങനെയാണല്ലോ തെറ്റ് വരുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഓവർ കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തി അമിത വേഗത്തിൽ വാഹനം ഓടിക്കുമോ? നമ്മൾ കാണുന്നതാണ് ചില സ്ത്രീകളും പുരുഷന്മാരും വളരെ പതിയെ വാഹനം ഓടിക്കുന്ന നമ്മുടെ റോഡിൽ കാണാറുണ്ട്. അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്, അവർ പേടിച്ചാണ് പതുക്കെ ഓടിക്കുന്നത്. എന്നാൽ ഓവർ കോൺഫിഡൻസ് ഉള്ളവർ അധിക വേഗം ഓടിക്കുകയും വളവിൽ നിയമലംഘനം നടത്തി ഓവർടേക്ക് ചെയ്യുകയും മദ്യപിച്ച് വാഹനം ഓടിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാർ വരുത്തി വയ്ക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് തികച്ചും തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു വാർത്തയാണ്. നിങ്ങൾ നോക്കിയാൽ, സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം, ഒരു വിഭാഗം ആളുകൾ മന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു. ഒരു നിർത്തിയിട്ടിരിക്കുന്ന ഒരു ഹോണ്ടോ ആക്ടിവയിൽ ആ അമ്മയുടെ കുഞ്ഞു കയറി ആക്സിലേറ്റർ കൊടുക്കുന്നു, വാഹനം കറങ്ങി റോഡിൽ തെറിച്ചു വീണു. നിങ്ങളും പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമന്റ്, മന്ത്രിക്ക് വേണ്ടി ഇൻക്ലാബ് വിളിക്കുന്നവർ കാണുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരന്റെ തെറ്റാകും? അപ്പോൾ വളരെയധികം വിദഗ്ധമായ രീതിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും അധികം കോൺഫിഡൻസ് ഉള്ളവരാണ് അമിത വേഗത്തിൽ ഓടിക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് മന്ത്രിക്ക് ഉൾപ്പെടെ അറിയാം, നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നിയമലംഘനം നടത്തുന്നത് തടയണമെങ്കിൽ അതിന് തക്കതോടെ, അതായത് നിയമം വയലേറ്റ് ചെയ്യുന്നെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടണം. ഇവിടെ മുക്കിന് ക്യാമറകൾ വെച്ച് നിയമലംഘനം നടത്തുന്നവരെ ശിക്ഷിക്കാതെ അതെല്ലാം തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തലയിൽ പഴിചാരുന്നതിന്റെ പുറകിൽ മറ്റെന്തോ ഗൂഢലക്ഷ്യമുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം. അദ്ദേഹം അത് പഠിച്ച് നല്ല കണ്ടെഴുതി വരുന്ന ഡോക്ടർ ഗംഭീര എഴുതാൻ കണ്ടിരിക്കും. പക്ഷെ പഠിച്ചിട്ട് ഇറങ്ങുന്ന ഡോക്ടർ പരിശീലനം നേടിയാണ്. ആ ഡോക്ടറെ വിശ്വസിച്ചാണ് നമ്മൾ പോകും എന്ന് പറയുന്ന പോലെ ഇക്കാര്യത്തിലും ഒരു ജീവൻ വെച്ചുള്ള കളിയാണ്. ഡോക്ടറെ സംബന്ധിച്ച് ജീവൻ വെച്ചുള്ള കളിയാണ് ഡോക്ടർ കളി. മനുഷ്യന്റെ ജീവൻ വെച്ച് കളിക്കുന്ന മറ്റൊരു സ്ഥലമാണ് റോഡിൽ. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കും, ലോകത്ത്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, ഒരു ഡോക്ടർ പരിശീലനം കഴിഞ്ഞ് ഇറങ്ങുകയാണ്, അതുകൊണ്ട് പരിശീലനം കഴിഞ്ഞിറങ്ങുന്ന ഡോക്ടറുടെ മുമ്പിൽ നമുക്ക് ധൈര്യമായി പോകാമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ഏത് ഹോസ്പിറ്റലിലാണ് പഠിച്ചിറങ്ങിയ ഒരു ഡോക്ടർക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കുന്നത്? ഒരു കാർഡിയാക് സർജൻ എന്ന് പറയുന്ന വ്യക്തി എത്രയോ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അദ്ദേഹം ഒരു ബൈപ്പാസ് സർജറി ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. പഠിച്ചിറങ്ങിയ ഒരു ഡോക്ടറെ ആരെങ്കിലും അപ്പോയിന്റ്മെന്റ് ചെയ്യോ? ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെയും അദ്ദേഹം വിദഗ്ധമായി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ 30 ദിവസം പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി ഷൂ മേക്കർ ഓടിക്കുന്നത് പോലെ വാഹനം ഓടിക്കാൻ സാധിക്കില്ല. അദ്ദേഹം വീണ്ടും ഓരോ ദിവസവും റോഡുകൾ ഓരോ അനുഭവങ്ങളാണ്. അത് ഒരിക്കലും ഒരു മനുഷ്യൻ മരണം വരെയും ഡ്രൈവിംഗിൽ പൂർണ്ണനാകുന്നില്ല. ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ്. നമ്മൾ ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്നായിരിക്കും ഒരാൾ ഫ്രണ്ടിൽ കൂടെ പോകുന്ന വ്യക്തി യാതൊരുവിധ സിഗ്നലും തരാതെ വലത്തോട് ഓടിക്കുന്നത്. ഒരുപക്ഷെ അയാൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും, ഒരുപക്ഷെ അശ്രദ്ധമായിട്ടായിരിക്കും, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് ഷുഗറോ മറ്റെന്തെങ്കിലും അസുഖം വന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൺട്രോൾ പോയതായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ബാക്കിൽ നിന്ന് വരുന്ന വാഹനം വിവേകപൂർവ്വം നിർത്തേണ്ടത് ബാക്കിൽ നിന്ന് വാഹനം ഓടിക്കുന്ന ആളിന്റെ കപ്പാസിറ്റിയാണ്. അത് ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അയാളുടെ സ്വഭാവം, അയാൾ വളർന്ന പശ്ചാത്തലം, അയാളുടെ അറിവ്, അപ്പോൾ ഇതെല്ലാം അനുസരിച്ചിരിക്കും. എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. അപ്പോൾ ഒരു മനുഷ്യനൊരു അപകടം ഉണ്ടാകുമ്പോൾ ആ അപകടത്തെ തരണം ചെയ്യുന്നത് വ്യത്യസ്ത നിലയിലായിരിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ സാധിക്കില്ല. മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ് സാർ അത് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ജനങ്ങളെ അതിവിദഗ്ധമായി അതായത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഡ്രൈവിംഗ് സ്കൂളുകാർ മോശമാണ്, ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളൊന്നും തന്നെ ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ സാർ, ഇക്കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അങ്ങ് പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വന്തമായി പഠിച്ചിട്ട് സ്വന്തമായി വാഹനം കൊണ്ടുവരുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ടെസ്റ്റ് നടത്താം. അത് മാധ്യമങ്ങൾ ആരും ചോദ്യം ചെയ്ത് കണ്ടില്ല. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ അത് ശ്രദ്ധിച്ചു കാണത്തില്ല. കാരണം ഡ്രൈവിംഗ് സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരു മന്ത്രി സ്വന്തമായി പഠിച്ചിട്ട് വരുന്ന കുട്ടികളിൽ നിന്ന് ഏതുതരം ക്വാളിറ്റിയാണ് സാർ അങ്ങ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ അത്ഭുതപ്പെടുകയാണ്. അതെന്ത് തരം ക്വാളിറ്റി ആയിരിക്കും സാർ? എത്രയോ വർഷം കൊണ്ട് 20 വർഷത്തിലധികം ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നതാണ് സിന്ധു ചേച്ചി. ഞാൻ ചോദിക്കട്ടെ, അവരുടെ എക്സ്പീരിയൻസോളം വരുമോ സാർ ഒരു 20-22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ കൂട്ടുകാരനെ പഠിപ്പിച്ചാൽ? സാർ പറയണം സാർ. ഒരു 23 വയസ്സുള്ള, അല്ലെങ്കിൽ ലൈസൻസ് എടുത്ത് 5 വർഷം കഴിഞ്ഞ ഒരു 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ സുഹൃത്തിനെ, ഇന്ന് നമുക്കറിയാം റെന്റേ കാർ കിട്ടും, 800 രൂപ കൊടുത്തൊരു ഓൾട്ടോ കാർ കിട്ടും. ഒരു 5-6 ചെറുപ്പക്കാർ ചേർന്ന് ഓൾട്ടോ കാർ എടുത്ത് അവർ സ്വന്തമായി പഠിക്കുകയാണ്. ഇടതേ സൈഡിൽ ക്ലച്ചും ബ്രേക്കും ഇല്ല. അതുണ്ടാക്കി വെക്കുന്ന അപകടം എത്ര വലുത്?
ഞാൻ പറയുന്നത് അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇനി സ്വാതന്ത്ര്യത്തോടെ ധൈര്യത്തോടെ പൊതുനിരത്തിൽ ഇറക്കാൻ കഴിയാത്ത കാലഘട്ടമായിരിക്കുകയാണ്. മന്ത്രിയുടെ പ്രസ്താവന മുഖാന്തരം ഒത്തിരി ചെറുപ്പക്കാർ ഇപ്പോൾ റോഡിൽ സ്വന്തമായി വാഹനം പഠിക്കുകയാണ്. പോലീസുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മന്ത്രിയുടെ ഓർഡർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ മന്ത്രിയുടെ ഓർഡർ വെച്ച് ഇന്ന് ഇതൊന്നും മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ചോദിച്ചിട്ടില്ല. അപ്പൊ ഇത്തരം മണ്ടൻ തുക്ലക് പരിഷ്കാരങ്ങൾ അദ്ദേഹം വിചിന്തനം ചെയ്യണം. ഞങ്ങൾക്കിത് റിക്വസ്റ്റ് ആണ് സാർ, ഞങ്ങളുടെ അപേക്ഷയാണ്. ഞങ്ങൾക്ക് ജീവിക്കണം സാർ, ഞങ്ങൾക്ക് കുടുംബമുണ്ട് സാർ, ഞങ്ങൾക്ക് കുട്ടികളുണ്ട് സാർ, ഞങ്ങളെയും ജീവിക്കാൻ അത് അനുവദിക്കണം. അങ്ങ് പറഞ്ഞത് ചേച്ചിമാർ, അത് സിന്ധു ചേച്ചി പറയും. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ മേഖലയിൽ ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഒരുക്കേണ്ട ഒരുപാട് പരിഷ്കാരങ്ങളുണ്ട്. നിങ്ങൾ ഓരോ RTO ഓഫീസിന്റെ, എനിക്ക് തോന്നുന്നു പല മാധ്യമങ്ങളിലും പലപ്പോഴായി റിപ്പോർട്ട് ചെയ്ത വലിയൊരു വിഷയമുണ്ട്. അതിരാവിലെ 6 മണിക്ക് ഗ്രൗണ്ടിലെത്തുന്ന പെൺകുട്ടികൾ, സ്ത്രീകളുടെ വിഷയങ്ങൾ നമുക്കറിയാലോ പറയാതെ. ആ സ്ത്രീകൾ അവർക്ക് ഡേറ്റ് കിട്ടുന്ന ദിവസം ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യണം. ഒരുപക്ഷെ അവർക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുള്ള ദിവസമായിരിക്കാം. ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത എത്രയോ RTO ഓഫീസുകളുണ്ട്. പലപ്പോഴും അടുത്തുള്ള വീടുകളിൽ ഈ പെൺകുട്ടികൾ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചതിന്റെ പേരിൽ വഴക്കുകൾ ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു മൂത്രപ്പുര പോലും ഒരുക്കാത്ത, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ എല്ലാം ഡ്രൈവിംഗ് സ്കൂളുകാരന്റെ തെറ്റാണെന്ന് പറയുന്ന മന്ത്രി, ഇത് എന്ത് തരം പരിഷ്കാരമാണ് സാർ? ഇത്തരം പരിഷ്കാരങ്ങൾക്കെതിരെയാണ് സാർ ഞങ്ങൾ സംസാരിക്കുന്നത്. ഇത് ഞങ്ങളുടെ അപേക്ഷയാണ് സാർ. ഞങ്ങളെ ഒരു ശത്രുവായി അങ്ങ് കാണരുത്. അങ്ങ് കിട്ടുന്ന സമയങ്ങളൊക്കെ തന്നെ ഞങ്ങളെ ശത്രുവായി കാണാനാണ് ശ്രമിക്കുന്നത് സാർ. ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ക്ലിപ്പും കൂടെ കേൾപ്പിക്കാം. ചെയ്തേ അത് മനസ്സിലായില്ലയോ? ഇതൊരു ഒരു ടെക്നിക്കല്ലായിരുന്നോ? എല്ലാരും എന്ത് പറയുന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഇങ്ങനെ ഇട്ട് നോക്കിയതല്ലേ? അപ്പൊ എല്ലാരും നല്ല രീതിയിൽ സഹകരിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ കേൾക്കണം. ഇത് നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരുപക്ഷെ അന്ന് ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. അദ്ദേഹം പറഞ്ഞു ഇട്ടു നോക്കിയതാണ്. ആരാണ് പറഞ്ഞത്? കേരളത്തിലെ ഒരു ഗതാഗത വകുപ്പ് മന്ത്രി. ആരോടാണ് പറഞ്ഞത്? കേരളത്തിലെ ജനപ്രതിനിധികളോട്. നിങ്ങൾ ആലോചിക്കണം. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആണെങ്കിൽ നമുക്ക് പറയാം. കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹത്തെ ജയിപ്പിച്ച പാർട്ടി അണികളോടും കേരളത്തിലെ പൊതുജനങ്ങളോടും പറയുകയാണ് ഇട്ടു നോക്കിയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം. മന്ത്രി ഒരുപക്ഷെ അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങൾക്കത് വേദന ഉണ്ടാക്കി സാർ. അങ്ങ് ഇട്ടു നോക്കുന്നത് അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി പരീക്ഷിക്കുന്നത് ഞങ്ങളെയാണ് സാർ, ഞങ്ങളുടെ കുടുംബങ്ങളാണ് സാർ. ഞങ്ങൾ വളരെ മാന്യമായൊരു തൊഴിൽ ചെയ്തു പോകുന്നവരാണ് സാർ. ഞങ്ങൾ ആർക്കും ഒരു ഉപദ്രവമല്ല സാർ. ഞങ്ങൾ എത്രയും ഭംഗിയായി ഞങ്ങൾ ഓരോ ടെസ്റ്റ് ഗ്രൗണ്ടിൽ പോകുമ്പോൾ ഓരോ ഡ്രൈവിംഗ് സ്കൂളുകാരനേക്കാളും മെച്ചപ്പെട്ട നിലയിൽ എൻ്റെ കുട്ടി ഹെച്ചെടുക്കണം, എൻ്റെ കുട്ടി റോഡ് ഓടിക്കണം, വെഹിക്കിൾ ഇൻസ്പെക്ടർ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് പഠിപ്പിച്ചു കൊണ്ടുപോകുന്നവരാണ് സാർ ഞങ്ങൾ. അപ്പൊ താങ്കൾ പറയണേ ഞങ്ങൾ ഇട്ടു നോക്കിയതാണ് സാർ. ഇതിന് ശേഷം അങ്ങ് ചിലത് ഇട്ടു നോക്കി സാർ. ഇൻസ്ട്രക്ടർ, ഞാനൊരു ഇൻസ്ട്രക്ടറാണ്, ഞാനൊരു ഡിപ്ലോമ ഹോൾഡറാണ്, ഞാനൊരു BTech ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അങ്ങ് ഇട്ടു നോക്കി എന്ന് പറഞ്ഞു സാർ. ഞാനൊരു ഇൻസ്ട്രക്ടറാണ്. അപ്പൊ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ 5 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള വേറെയും 2-3 പേര് പഠിപ്പിക്കാനുണ്ട് സാർ. ഈ ടെസ്റ്റ് നടക്കുന്ന ദിവസം എനിക്ക് കിട്ടുന്നത് അങ്ങയുടെ പുതിയ തുക്ലക് പരിഷ്കാരം അനുസരിച്ച് ആഴ്ചയിൽ 4 ദിവസവും ഓരോ വിദ്യാർത്ഥികളെ വെച്ച് ഞാൻ ടെസ്റ്റിന് കൊണ്ടുവരണം സാർ. ഞാൻ ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ നിൽക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ആഴ്ചയിൽ 4 ദിവസവും ടെസ്റ്റിന് ഞാൻ ഒരു കുട്ടിയെ കൊണ്ട് രാവിലെ 8 മണി മുതൽ 5 മണി വരെ നിൽക്കുമ്പോൾ ബാക്കി എൻ്റെ സ്ഥാപനത്തിലുള്ള വിദ്യാർത്ഥികളെ എനിക്ക് പഠിപ്പിക്കണ്ടേ സാർ? എനിക്ക് അവിടുത്തെ ബാക്കി കാര്യങ്ങൾ നോക്കണ്ടേ സാർ? അപ്പോൾ ഇത് എന്ത് തരം പരിഷ്കാരമാണ് സാർ? ഇൻസ്ട്രക്ടർ അങ്ങ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു ഇൻസ്ട്രക്ടർ വന്ന് വെറുതെ കസേരയിട്ടിരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ സാർ, വെറുതെ ഇരുന്ന സമയം അങ്ങ് എന്താണ് സാർ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇതെന്ത് തരം പ്രതികരണമാണ് സാർ? ഞങ്ങൾ അങ്ങയിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല സാർ. അങ്ങ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും സാർ. അങ്ങ് പറയുന്നത് വെറുതെ ചേറിട്ടിരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഒരു ഡിപ്ലോമയും എഞ്ചിനീയറിംഗും പഠിച്ച ഒരാൾ ചേറിട്ടിരിക്കുക എന്ന് പറയുന്ന എന്ത് തരം യുക്തിയാണ് സാർ? ഞങ്ങളെ കളിയാക്കുകയല്ലേ സാർ? അങ്ങേക്ക് ഞങ്ങളോട് എന്തിനാണ് സാർ ഇത്ര വൈരാഗ്യം? ഞങ്ങൾ അങ്ങയോട് ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ അങ്ങ് ഗതാഗത വകുപ്പ് മന്ത്രിയാകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങയെ സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ സ്നേഹത്തോട് ഒരുപാട് പ്രതീക്ഷയോടാണ് സാർ ഞങ്ങൾ അങ്ങയെ കണ്ടത് സാർ. എന്നാൽ വളരെ വേദനിപ്പിക്കുന്ന നിലയിലാണ് സാർ അങ്ങയുടെ പ്രതികരണം. ഇത് ഞങ്ങളെ വളരെയധികം മാനസികമായി തറക്കുന്നു സാർ. ഞങ്ങൾ എവിടെയാണ് സാർ തെറ്റ് ചെയ്തത് സാർ? അങ്ങ് പറയുന്നത് കേരള നിരത്തിലോടുന്ന ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിച്ചിട്ട് വരുന്നവർക്കൊന്നും തന്നെ നിലവാരമില്ലെന്നാണ് സാർ അങ്ങ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ലൈസൻസുകൾ ഇഷ്യൂ ചെയ്തത് ഗവൺമെന്റ് അല്ലേ സാർ? ഇവിടുത്തെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരല്ലേ സാർ? അപ്പോൾ അവരെല്ലാം ചുമ്മാ എഴുതി കൊടുക്കുകയായിരുന്നോ സാർ? ഇത്രയോ മാധ്യമങ്ങളുണ്ട് സാർ. കേരളത്തിൽ ഒരു മാധ്യമങ്ങൾക്കെങ്കിലും ഇതുവരെയും കേരളത്തിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ അനധികൃതമായി ലൈസൻസ് കൊടുക്കുന്നു എന്ന് തെളിയിക്കാൻ സാധിച്ചോ സാർ? അപ്പൊ പിന്നെ എന്ത് തരം പരിഷ്കാരത്തെ കുറിച്ചാണ് സാർ അങ്ങ് പറയാൻ ശ്രമിക്കുന്നത്? അപ്പോൾ കേരളത്തിൽ ഇതുവരെയും ഒരു RTO ഓഫീസിന്റെ കീഴിലും അത്തരത്തിൽ പഠിക്കാതെ വരുന്ന ഒരു വിദ്യാർത്ഥിക്കും ലൈസൻസ് കൊടുത്തായിട്ട് കാണുന്നില്ല. അപ്പോൾ സാർ ഈ പറഞ്ഞതുപോലെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നതും പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങൾ നടത്തുന്നത് ഞങ്ങൾ ഉപദ്രവിക്കാനാണ്. ഞങ്ങൾ ചിന്തിക്കുന്ന ഇതുവഴി KSRTCയിലേക്ക് കൊണ്ടുപോവുകയും സ്വിഫ്റ്റിലേക്ക് ലയിച്ചതുപോലെ
ഡ്രൈവിംഗ് സ്കൂൾ സിറ്റിലേക്കോ മറ്റേതെങ്കിലും സൊസൈറ്റിയിലേക്കോ ലയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ച് പോവുകയാണ് സാർ. സമയത്തും അസമയത്തൊക്കെ സാർ ഇത്തരത്തിലാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ദയവേത് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനി അങ്ങനെ ഇട്ടു നോക്കരുത് സാർ. ഞങ്ങൾ ഇട്ടു നോക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ പരീക്ഷണ വസ്തുവല്ല സാർ. ഞങ്ങൾ ലാബിലെ എലിയോ അല്ലെങ്കിൽ ഒരു ഗിനിപ്പിഗോ അല്ല സാർ ഇട്ടു നോക്കാൻ. ഞങ്ങൾ അങ്ങയെ വിശ്വസിച്ച് അങ്ങേക്ക് വോട്ട് ചെയ്ത ആ ജനപ്രതിനിധികളാണ് സാർ. ഞങ്ങളെ ഇങ്ങനെ ഇട്ടു നോക്കി പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയോട് എൻ്റെ ഒരു ചോദ്യം ഇതാണ്. മന്ത്രി പറഞ്ഞു സഹോദരിമാരുടെയും ചേച്ചിമാരുടെയും ജോലി, ഒരാളുടെ ജോലി നഷ്ടപ്പെടില്ല എന്ന്. പക്ഷെ അതേപോലെ മന്ത്രിയുടെ ഒരു സഹോദരിയാണോ ഒരു ചേച്ചിയാണോ ഞാനെന്നുള്ളത് ഞാൻ മന്ത്രിയുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളെ ഇത്രയും കരുതലോടുകൂടി അങ്ങ് സംസാരിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മുടെ ജോലി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറക്കിയ ഒരു പ്രവചനമാണ്. ഞാൻ അങ്ങനെ പറയും, പ്രവചനം എന്നേ പറയുള്ളൂ. കാരണം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലെ ഒരാൾക്കും അറിയത്തില്ല. അന്ന് വിളിച്ചു കൂട്ടിയ ഒരു മീറ്റിങ്ങിലും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഇൻസ്ട്രക്ടർമാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നു എല്ലാ ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെങ്കിൽ ഇൻസ്ട്രക്ടർ കൂടെ വരണമെന്ന് പറയുന്നു. ഇദ്ദേഹം തന്നെ പറയുന്നു സ്ലോട്ട്, നമ്മൾ ഇപ്പോൾ പറയുന്ന 10 ലക്ഷം, എൻ്റെ പിന്നെ സഹപ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞു, 10 ലക്ഷം പേരോളം ലൈസൻസ് എടുക്കാതെ നിൽക്കുന്നു. അവർക്ക് ഇന്നത് വരെ ആയിട്ടും അവർക്ക് ലൈസൻസ് കൊടുക്കാനായിട്ട് യാതൊരുവിധ രീതിയിലും സ്ലോട്ട് ബുക്കിംഗ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ 56ഓളം ഡ്രൈവിംഗ് സ്കൂളുകാരുണ്ട്. അപ്പോൾ 56ഓളം ഡ്രൈവിംഗ് സ്കൂളുകളുള്ള ഒരു സ്ഥലത്ത് 40 പേർക്കാണ് സ്ലോട്ട് അനുവദിക്കുക എന്ന് പറഞ്ഞത്. ഒരു MPയുടെ സ്ഥാനത്ത് 40 പേര്, ഞാൻ പറഞ്ഞതല്ല മിനിസ്റ്റർ പറഞ്ഞതാണ്. 40 പേരാണ് ഒരു MPയുടെ സ്ഥാനത്ത് സ്ലോട്ട് അനുവദിക്കുക. 2 MPമാരുണ്ടെങ്കിൽ ആ സ്ഥലത്ത് MPമാരുണ്ടെങ്കിൽ ആ സ്ഥലത്ത് 80 സ്ലോട്ട് അനുവദിക്കുമെന്ന് പറഞ്ഞു. പകരം അവിടെ ഉദ്യോഗസ്ഥരില്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് എന്ന ഉദ്യോഗസ്ഥരെ ഇറക്കിയിട്ട് സ്ലോട്ട് അനുവദിക്കുമെന്ന് പറഞ്ഞു. ഇന്നതുവരെ ഇതുവരെ ആയിട്ടും നമ്മളുടെ ഒരു കുട്ടികൾക്കും ഇതുവരെ ആയിട്ടും സ്ലോട്ടുകൾ കണ്ടിന്യൂ ചെയ്ത് പോകാനോ ആ സ്ലോട്ടുകൾ എടുക്കാനോ ഡ്രൈവിംഗ് ലൈസൻസിന് ടെസ്റ്റ് അടിക്കാനോ പറ്റുന്നില്ല. ഞങ്ങളുടെ വിശ്വസിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച സ്ഥാപനത്തിൽ ഞങ്ങളെ വിശ്വസിച്ച് രക്ഷകർത്താക്കളും സ്റ്റുഡൻസും ഞങ്ങളെ വിശ്വസിച്ച് പൈസകൾ സർക്കാരിലേക്ക് അടയ്ക്കുമ്പോൾ അവർക്ക് ഇതുവരെ 6 മാസം ആയിട്ടും ലേണേഴ്സിന്റെ കാലാവധി കഴിഞ്ഞിട്ടും ലൈസൻസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്ത തെറ്റ് സർക്കാരിന് പൈസ അടച്ചതാണോ? ഞങ്ങൾക്കും വേണ്ട ജോലി. ഞങ്ങളെ ഇപ്പം ഇദ്ദേഹം തന്നെ പറഞ്ഞ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ആൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാമെന്ന്. ഇത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. മിനിസ്റ്റർ അത് പറഞ്ഞില്ലെങ്കിലും ഇത് അനുവദിച്ച് തന്നിട്ടാണ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നത്, ഒരു സ്കൂളിന് ലൈസൻസ് അനുവദിക്കുന്നത്. ഇവിടെ ആരും ഇന്ന് ലൈസൻസ് എടുത്തിട്ട് നാളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നില്ല. മിനിസ്റ്റർ പറയുന്നു ഇത്രയും മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമ്മളൊരു ലൈസൻസ് നമുക്കുണ്ടായാൽ ഇപ്പൊ തന്നെ മിനിസ്റ്റർ പറയുന്ന ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ലൈസൻസ് എടുക്കാമെന്നാണ് പറയുന്നത്. സ്വന്തം വാഹനങ്ങൾ ഉണ്ടായാലും റെന്റേക്കാരന് നിരവധി വാഹനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ 18 വയസ്സ് തികഞ്ഞ ഒരു കുട്ടിക്ക് സ്വന്തം വാഹനത്തിൽ അവൻ 5 MDMA അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം അവൻ ഒരു 5-6 പിള്ളേരെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും പോയി ഡ്രൈവിംഗ് പഠിപ്പിച്ച് അപകടങ്ങൾ ഉണ്ടാക്കി അവന് കയറിയിട്ട് ലൈസൻസ് എടുക്കാം. ആരുടെ അനുമതി? മന്ത്രിയുടെ അനുമതിയാണ് പറയുന്നത്. മന്ത്രിയാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും ക്വാളിഫിക്കേഷനോട് കൂടി നമ്മൾ ലൈസൻസ്, അവർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഉൾക്കൊള്ളിച്ച് നമ്മൾ ലൈസൻസ് എടുക്കുമ്പോൾ നമ്മളെ ലൈസൻസിന് യാതൊരു വാല്യൂ ഇല്ല. മിനിസ്റ്റർ തന്നെ പറയുന്നു നല്ല ലൈസൻസ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത്രയും നാൾ കൊടുത്ത ലൈസൻസുകളൊന്നും നല്ലതല്ല, ഇനി ഞാൻ നല്ല ലൈസൻസേ കൊടുക്കുള്ളൂ എന്ന് പറയുന്ന അതേ മിനിസ്റ്റർ തന്നെ പറയുന്നു ആർക്ക് വേണമെങ്കിലും ലൈസൻസ് എടുക്കാം, അവരവരുടെ വാഹനത്തിലോ ലൈസൻസ് എടുക്കാൻ പറ്റും എന്ന് പറയുന്നു. ഇതാണോ സാർ ഞാൻ ചോദിക്കുന്ന നല്ല ലൈസൻസ്? എൻ്റെ ഒരൊറ്റ ചോദ്യം ഇതേ ഉള്ളൂ. എക്സ്പീരിയൻസുമായിട്ടുള്ള ഇത്രയും നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഞങ്ങൾ കൊടുക്കുന്ന ലൈസൻസ് മോശമാണ്. ഒരു എക്സാമ്പിൾ, അതായത് SLC എക്സാമിന് പ്രിപ്പയർ ആവുന്ന ഒരു കുട്ടിക്ക് അതുവരെ പഠിപ്പിച്ച സാറല്ല അല്ലെങ്കിൽ അതുവരെ പഠിപ്പിച്ച ടീച്ചറല്ല അവർക്ക് ഡിപ്പാർട്ട്മെന്റ് എക്സാം നടത്തുന്നത്. പകരം അവിടെ ഉദ്യോഗസ്ഥർ നിയമിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ എക്സാം നടത്തുന്നത്. അതുവരെ പഠിപ്പിച്ചവരല്ല എക്സാം നടത്തുന്നത്. അതുപോലെ നമ്മൾ ഇത്രയും നാള് തിയറി ക്ലാസ്സും കൊടുത്ത് പ്രാക്ടിക്കൽ ക്ലാസ്സും കൊടുത്ത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ നമ്മൾ ടെസ്റ്റ് ഗ്രൗണ്ടിൽ കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ ഞങ്ങളല്ല അവിടെ കുട്ടികൾക്ക് ലൈസൻസ് കൊടുക്കുന്നത്. ഞങ്ങൾ മാത്രം അവിടെ കൊണ്ടു ചെല്ലുന്നതും ഞങ്ങളെ വണ്ടിയും മാത്രമേ
ഉള്ളൂ. അവിടെ ഉദ്യോഗസ്ഥരെ നിയമിച്ച ഡിപ്പാർട്ട്മെന്റ് നിയമിച്ച ഉദ്യോഗസ്ഥരാണ് അവിടെ ടെസ്റ്റ് നടത്തുന്നത്. ആ ഉദ്യോഗസ്ഥർ നടത്തുന്ന ടെസ്റ്റ് അത്രത്തോളം വാല്യൂ ആയ ലൈസൻസ് മാത്രമേ ഇഷ്യൂ ചെയ്യുന്നതുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ലൈസൻസ് ഞങ്ങളെ ഇങ്ങനെ ഇതിൽ നിന്ന് ഇത്രയും ചീപ്പായ രീതിയിൽ കണ്ടുകൊണ്ട് സാർ ഞങ്ങളുടെ ജോലി ഇല്ലാതാക്കുന്നത്? എത്രയോ പേര്, ഞാൻ സംസാരിക്കുന്നത് വനിതകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇത്രയും ജോലി, അതായത് നാളിതുവരെ ഞങ്ങൾ കഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ മക്കളെ ചോറ് എന്തിനാ സാർ ഇല്ലാതാക്കുന്നത്? സാറ് ട്രാൻസ്പോർട്ട് ജോലിയോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂളോ സാർ ഉണ്ടാക്കിക്കോളുക, ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. സാറ് പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഞങ്ങൾ അംഗീകരിച്ചു തന്നു. പക്ഷേ എന്തുകൊണ്ടാണ് നിരവധി ഡെയിലി ഒരു ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ വരാൻ എളുപ്പമുള്ള കാര്യമാണ്? സാറ് തന്നെ ഒന്ന് ഉദ്ദേശിക്കണം. സാറ് ഇത് സിനിമയല്ല, ഇത് ഷൂട്ടിംഗ് അല്ല, ഇത് നമ്മുടെ ജീവിതം വെച്ചിട്ടുള്ളൊരു കളിയാണ്. ഇതിന് നമ്മൾ സാറിൻ്റെ അടുത്ത് ഒരു താഴ്മയായി പറയുകയാണ്, സാർ വളരെ ആലോചിച്ചിട്ട് വേണം ഞങ്ങളുടെ ജോലി ഇല്ലാതാക്കാൻ. ഒരു സർക്കാർ, നിലവിലിരിക്കുന്ന ഒരു സർക്കാർ ജോലി തരികയാണ് വേണ്ടത്, ഇരിക്കുന്ന ജോലി ഇല്ലാതാക്കുകയല്ല വേണ്ടത്. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഒരിക്കലും ഒരു ഇൻസ്ട്രക്ടർ, അതായത് ഈ സ്ലോട്ട് അനുവദിച്ചിട്ട് വരുന്ന ഒരു ഇൻസ്ട്രക്ടർക്ക് ഒരു കുട്ടിക്ക് കിട്ടുന്നത് ഒരു ടെസ്റ്റ് ഡേറ്റ് ആയിരിക്കും ഒരു ഡ്രൈവിംഗ് സ്കൂളിന് കിട്ടുന്ന. ആ ടെസ്റ്റ് ഡേറ്റിന് ഒരു കുട്ടി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഞാൻ വരുന്നത് 6 മണിക്ക് എൻ്റെ ഗ്രൗണ്ടിൽ വരാൻ ട്രയൽ എടുക്കാനായിട്ട്. 6 മണിക്ക് എൻ്റെ ടെസ്റ്റിൻ്റെ കുട്ടിക്ക് അവിടെ കൊണ്ടുവരുമ്പോൾ എൻ്റെ ഇൻസ്ട്രക്ടർ 8 മണിക്ക് നടത്തുന്ന ഒരു ടെസ്റ്റിന് എൻ്റെ ഇൻസ്ട്രക്ടർ എങ്ങനെ വരാൻ പറ്റും? ഞാൻ ഇൻസ്ട്രക്ടറാണ്, പക്ഷേ എന്നെപ്പോലും ഇൻസ്ട്രക്ടർ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്, ഇൻസ്ട്രക്ടർ ക്വാളിഫൈഡ് അല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കും ടെസ്റ്റ് നടത്തണ്ടേ, അവർക്കും ജീവിക്കണ്ടേ? എന്നും ഈ ഇൻസ്ട്രക്ടർ എടുത്ത് ഗ്രൗണ്ടിൽ വന്നാൽ മതിയോ? സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അതേ ഈ പാവങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂൾ എന്നേക്കുമായി ഇവിടുന്ന് തുടച്ചു നീക്കിയിട്ട് സാറിന് എന്തെങ്കിലും രീതിയിൽ ഇവിടെ വേറെ കുത്തക മുതലാളിമാർക്ക് ഇത് വിൽക്കുവാനാണോ അതോ വിറ്റോ? അതാണ് എൻ്റെ ചോദ്യം. ഞാനൊരു സഹോദരിയാണെങ്കിൽ സാർ ഇതിന് എനിക്ക് ഉത്തരം തരണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.